സങ്കീർത്തനം മുഴുവൻ പ്രാർത്ഥനയാണ്. സങ്കീർത്തനങ്ങൾ വായിച്ച് 150 സങ്കീർത്തനങ്ങൾ മുഴുവനും പ്രാർത്ഥിക്കുക. സങ്കീർത്തനം പ്രാർത്ഥന പഠിപ്പിക്കുക. ആ പ്രാർത്ഥനയിൽ എന്താണ്? ഇസ്രായേൽ ജനത്തിൻ്റെ തകർച്ചകളും കണ്ണുനീരുകളും വിജയങ്ങളും തോൽവികളും എല്ലാം കുറവുകളും വിഷമങ്ങളും പരാതികളും മുഴുവൻ ദൈവത്തിൻ്റെ മുമ്പിൽ തുറന്നു പറയുന്ന നിമിഷമാണ് സങ്കീർത്തനം മുഴുവൻ പ്രാർത്ഥന. ഹൃദയത്തിൻ്റെ വേദനകളും ദുഃഖങ്ങളും അമർഷവും മുഴുവൻ ദൈവത്തോട് പറയാം, മനുഷ്യരോട് പറയില്ല, ദൈവത്തോട് പറയുന്ന നിമിഷമാണ് ഈ പ്രാർത്ഥന. സർവ്വ പറഞ്ഞേ ഹല്ലേലൂയാ. അത് ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണ് സങ്കീർത്തനം 77. ഞാൻ ദൈവത്തോട് ഉച്ചത്തിൽ നിലവിളിക്കും, അവിടുന്ന് കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കും. കഷ്ടദിനങ്ങളിൽ ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നു, രാത്രി മുഴുവൻ ഞാൻ കൈവിരിച്ചു പിടിച്ചു, ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാൻ. രാത്രിയുടെ ദിനങ്ങളിൽ ഞാൻ കൈകൾ വിരിച്ചു പിടിച്ചു എന്നാണ് പറയുന്നത്. രാത്രി എന്ന് വെച്ചാൽ ഇരുട്ടെന്ന് മാത്രമല്ല, ഇരുട്ടല്ലല്ലോ അർത്ഥം. രാത്രിയുടെ ദിനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടങ്ങൾ വരുന്നു, രോഗങ്ങൾ വരുന്നു, ശത്രുക്കൾ വരുന്നു, ദുരന്തങ്ങൾ വരുന്നു, കണ്ണുനീര് വരുന്നു, ഒറ്റപ്പെടലുകൾ വരുന്നു, ആരുമില്ലാത്ത അവസ്ഥകൾ. അതാണ് രാത്രി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അതാണ് കണ്ണുനീരൊഴുക്കേണ്ടി വരുന്നു, അനർത്ഥങ്ങൾ വരുന്നു, അപ്രതീക്ഷിതമായ ദുരന്തങ്ങൾ വരുന്നു, സംഭവിക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ നടക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നം വരുമ്പോൾ രാത്രിയിൽ ഞാൻ കൈകൾ വിരിച്ചു പിടിച്ചെന്നാ പറയുന്നത്, പ്രാർത്ഥിച്ചു എന്നാണ്. അതാണ് ചെയ്യേണ്ടത്, പ്രാർത്ഥിക്കണം. നമ്മളെ ഇന്നെല്ലാം വഴക്കാം, എല്ലാം നമ്മൾ പ്രശ്നമുണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുകയാണ്, എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുകയാണ്. ഇതല്ല വേണ്ടത്. അതുകൊണ്ടൊരിക്കലും പ്രശ്നം വഷളാവുള്ളൂ. ദൈവം ഇടപെടണമെന്നേ, ദൈവത്തിൻ്റെ വാക്കിലേക്ക് കൈകൾ ഉയർത്തണേ. 2 കരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. ഇസ്രായേൽ ജനത്തെ മോശ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുന്ന യാത്രയിൽ നമുക്കറിയാം, റെഡ് സീയുടെ ചെങ്കടലിന്റെ തീരത്തെത്തുമ്പോൾ ഇസ്രായേൽ ജനം അവിടെ ഒരു പ്രശ്നത്തിൽ പെടുന്നുണ്ട്. പ്രശ്നം മറ്റൊന്നുമില്ല, മുന്നിൽ ചെങ്കടല്, തൊട്ടു പിന്നാലെ ഫറവോയി സൈന്യവും പുറകെ വരിക, ഇവരെ വീണ്ടും പിടിച്ചോണ്ട് പോകാൻ വരുമ്പോൾ അവിടെ മോശയുടെ നേരെ ജനം കൈകൾ ഉയർത്തിക്കൊണ്ട് അലറിക്കൊണ്ട്, നീ എന്തിനാ ഇവരെ കൊല്ലാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്? അലറുന്ന നിമിഷേ മോശ അവരോടൊന്നും സംസാരിക്കുന്നില്ല, മോശ എതിര് പറയുന്നില്ല. മോശ നേരെ സ്വർഗത്തിലേക്ക് കൈകൾ വിരിച്ചു പിടിക്കുന്നത് കാണാവേ. സ്വർഗത്തിലേക്ക് കൈ വിരിച്ചു പിടിച്ച ശേഷം തൻ്റെ കൈ എടുത്തിട്ട് കടലിന് മീതെ നീട്ടിപ്പിടിക്കുന്നത് കാണാൻ പറ്റും. കടലിന് മീതെ നീട്ടിപ്പിടിക്കുമ്പോൾ കടൽ 2ആയിട്ട് മാറുന്നത് കാണാൻ പറ്റും. ദൈവത്തിങ്കിലേക്ക് കരമുയർത്തിയിട്ട് വേണം നമ്മുടെ പ്രശ്നങ്ങൾ നേരെ കൈ നീട്ടിപ്പിടിക്കാൻ. എങ്കിൽ അവിടെ പ്രശ്നം മാറും, തകർച്ച മാറും, ബുദ്ധി അവിടെയാണ്. എന്നിട്ട് ദൈവത്തിലോട്ട് കൈകൾ ഉയർത്തിയിട്ട് ആ കൈകൾ എടുത്തിട്ട് കടലിന്റെ മീതെ നീട്ടുകയാണ്. അപ്പോൾ കടല് മാറുകയാണ്. ദൈവത്തിലോട്ട് കരമുയർത്തി പ്രാർത്ഥിച്ചിട്ട് രോഗിയായ കുഞ്ഞിന്റെ മേൽ നീ കൈവെക്കണം. അപ്പോൾ കാണാം നിന്റെ കുഞ്ഞ് യേശുനാമത്തിൽ സൗഖ്യപ്പെടുന്നത് കാണാൻ പറ്റും. ദൈവത്തിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് നിന്റെ കുടുംബത്തിലെ ദുഷ്ടാരൂപിയോട് മാറാൻ പറ, അത് മാറിപ്പോകും. ദൈവത്തിലോട്ട് കരമുയർത്താതെ അങ്ങോട്ട് തന്നെ കൈനീട്ടുന്നതാണ് ഈ അപകടത്തിനെല്ലാം കാരണം. മോശ ദൈവത്തിന്റെ പക്കലേക്ക് കൈകൾ വിരിച്ചു പിടിക്കുക. ജനത്തിന്റെ പക്കൽ വഴക്കുണ്ടാക്കാൻ പോകുന്നില്ല, ആരോടൊന്നും പറയുന്നില്ല, ജനം ചീത്ത വിളിച്ചുകൊണ്ട് ഒന്നും വേണ്ട, ദൈവത്തിന്റെ പക്കലേക്ക് കൈകൾ വിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച് ഈശോയെ എന്ന് വിളിച്ച് 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 ഒറ്റ വിളി ഈശോയെ സ്തുതിക്കുന്നു. ആമേൻ. അണക്കര ധ്യാന കേന്ദ്രത്തിൽ ആദ്യ നാളുകളുണ്ടായൊരു വലിയൊരു മിറക്കിളുണ്ട്. ശരിക്കും ആദ്യത്തെ ധ്യാനം നടക്കുന്ന സമയം, ആദ്യത്തെ ധ്യാനം വെച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് രൂപതയുടെ ഒരു സെൻ്ററുണ്ട്, ഒരു പാസ്റ്റർ സെൻ്ററുണ്ട് അവിടെ. അപ്പോൾ അവിടെയായിരുന്നു ധ്യാനം നടത്തിയത്. എന്നിട്ട് അതിൻ്റെ അവസാന ദിവസമായപ്പോൾ അവിടെ ഇച്ചിരി അസൗകര്യം വന്നുകൊണ്ട് ഞാൻ ബസ്സിന് ആൾക്കാരെ കയറ്റി അന്ന് ചെറിയൊരു ഷെഡ് മാത്രമേ ഉള്ളൂ, അവിടേക്ക് ഈ ആളുകളെ കൊണ്ടുവന്ന് ഉച്ചയ്ക്കത്തെ ഒരു ആരാധന നടത്തിയിട്ട് വീട്ടിൽ പറഞ്ഞു വിടാൻ തീരുമാനിച്ചു. അപ്പം അങ്ങനെ ആളുകളെല്ലാം അവിടെ കൊണ്ടുവന്നു. ഞങ്ങൾ ഒരുമിച്ച് അവിടെ കുർബാനയൊക്കെ അർപ്പിച്ചിട്ട് നേരെ ആരാധന നടക്കുകയാണ്. അപ്പം ആ സമയത്തൊരു അമ്മ, ഒരു പാവപ്പെട്ട സ്ത്രീ, ദാരിദ്ര്യം പിടിച്ചൊരു കുടുംബത്തിലെ അമ്മ തൻ്റെ മോനുമായിട്ട് കൊച്ചിൻ്റെ 4 വയസ്സ് പ്രായമുണ്ട്. ജന്മനായി ഹാർട്ടിൻ്റെ വാൽവിന് പ്രശ്നം ഉണ്ടായിട്ട് 2 ഓപ്പറേഷൻ ചെയ്തിട്ടും അത് ശരിയായില്ല. അപ്പോൾ കൊച്ചു മരിച്ചു പോകുന്ന പോലത്തെ അവസ്ഥയില്ല, അതിങ്ങനെ ശ്വാസം ഇങ്ങനെ ഇട്ടു വലിക്കും. അപ്പോൾ ആ ദിവസങ്ങളൊരു യുവതിയുടെ കൈവശമാണ് തൻ്റെ കുഞ്ഞിനെ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ ആ യുവതി പറയുന്നുണ്ട് ഞങ്ങളോട്, അതായത് ആ കുട്ടി കൈ കിടക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു, എൻ്റെ കൈ കിടന്ന് കൊച്ചു മരിച്ചു പോകും. ഓരോ ശ്വാസം എടുക്കുന്ന
അന്ത്യശ്വാസം എടുക്കുന്ന പോലെ ബുദ്ധിമുട്ടിയാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പം അമ്മ സൗഖ്യം കിട്ടാൻ വേണ്ടിയാണ് കൊച്ചുവിൻ്റെ കൂടെ. അപ്പം ആരാധന സമയത്ത് ഈ കുട്ടിയെ കൊണ്ട് ഈ അമ്മ ഹോളിൻ്റെ ബാക്കിൽ ഇങ്ങനെ നിലത്ത് കുച്ചിനെ കിടത്തിയിട്ട് അമ്മ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പം ആ സമയത്ത് പരിശുദ്ധാത്മാവിന് ചില വെളിപ്പെടുത്തൽ കിട്ടിയിട്ട് ഞാൻ ആളുകൾക്ക് ഇങ്ങനെ കർത്താവിൻ്റെ വെളിപാടുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ട് മെസ്സേജസ് കൊടുത്തുകൊണ്ടിരിക്കുക. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ആരാധന കഴിഞ്ഞു. ഞാൻ എൻ്റെ അവിടെ ചെറിയൊരു വീടിനകത്തൊരു മുറിക്കകത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ഞാൻ അവിടെ ആളുകളെ കാണുന്ന അവിടെ ചെറിയൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടേക്ക് ഞാനങ്ങ് ചെന്നപ്പോൾ ഈ അമ്മ തൻ്റെ കൊച്ചിനെ ഇങ്ങനെ എടുത്ത് തോളിലിട്ടുകൊണ്ട് ഓടിക്കയറിക്കൊണ്ട് വരിക. അച്ഛാ എൻ്റെ കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, മോളെ എന്താ സംഭവിച്ചു? അച്ഛാ ഞാനിങ്ങനെ എൻ്റെ കുഞ്ഞിനെ അവിടെ കിടത്തിയിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അച്ഛനിങ്ങനെ സന്ദേശങ്ങളൊക്കെ പറയുമ്പോൾ അച്ഛന് എൻ്റെ പേരോ എൻ്റെ കാര്യങ്ങളോ ഒന്നും പറയുന്ന കുഞ്ഞിൻ്റെ കാര്യവും പറയുന്നൊന്നുമില്ല. അപ്പോൾ ഞാനറിയാതെ ഇങ്ങനെ കരഞ്ഞോണ്ട്, ദൈവമേ നീ എന്നെ കാണുന്നില്ലേ? എൻ്റെ ഈ പാവപ്പെട്ട എൻ്റെ നിലവിളി ഒന്ന് കാണുന്നില്ലേ? എൻ്റെ കുഞ്ഞിനെ നീ എന്താ നീ ഒന്നും മിണ്ടാത്തത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് കാറി അച്ഛൻ ഒറ്റ നിലവിളി. അച്ഛൻ നിലവിളിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഉറങ്ങിക്കിടന്നിരുന്ന നിലത്ത് കിടന്ന കുഞ്ഞ് പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. അപ്പോൾ ആ സമയം സാധാരണ കുട്ടി ഇങ്ങനെ ഉണരുന്ന സമയത്ത് ഇതിൻ്റെ അസ്വസ്ഥ കൂടുതൽ കാണിക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് കുഞ്ഞിനെ എടുത്ത് തോളലിട്ട് നോക്കുമ്പോണ്ടേ ഈ കുഞ്ഞിൻ്റെ ശ്വാസോച്ഛ്വാസം വളരെ നോർമലായിട്ട് കുഞ്ഞ് ശ്വാസം എടുത്ത് വലിക്കുന്നതായിട്ടേക്കാണ്. എനിക്ക് ഉറപ്പയച്ചാൽ എൻ്റെ കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുത്തി. അപ്പം മോളെ നീ ആശുപത്രി കൊണ്ടുപോയിട്ട് ഡോക്ടറിനെ കാണിച്ചിട്ട് നീ വന്ന് എന്നോട് കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ. ഓച്ച എന്ന് പറഞ്ഞുകൊണ്ട് ധ്യാനം കഴിഞ്ഞ് ഇവള് വീട്ടിൽ പോയി. ഒരാഴ്ച ഇപ്പോൾ അച്ഛ ആശുപത്രി പോയി ചെക്കപ്പ് ചെയ്തപ്പോൾ കൊച്ചിൻ്റെ ഹാർട്ടിൻ്റെ രോഗം കംപ്ലീറ്റ് ആയിട്ട് സൗഖ്യപ്പെട്ടിരിക്കുന്നതായിട്ട് പറയണേ. പ്രാർത്ഥിക്കുമ്പോഴേ ദൈവകരം കാണാൻ പറ്റുള്ളൂ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വീട്ടിൽ ദൈവം പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. നിന്റെ മകളിൽ പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. ഇന്ന് പ്രഭാതം മുതൽ ഈ നിമിഷം മുതൽ ദൈവം ഇറങ്ങി പ്രവർത്തിച്ചത് കാണാൻ പറ്റുവേ. അന്ന് പ്രാർത്ഥിക്കുന്ന സങ്കീർത്തകൻ തൻ്റെ വേദനകളും തൻ്റെ ചോദ്യങ്ങളും തൻ്റെ കണ്ണുനീരുകളും ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. ദൈവം ചരിത്രത്തിൽ ഇടപെട്ട ചരിത്രമേ. ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ ഉണ്ടോ? അവിടുത്തെ കാൽപ്പാടുകൾ അദൃശ്യമായിരുന്നു.